പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകാവസാനത്തിന്റെ അടയാളങ്ങളെ എണ്ണിയ കൂട്ടത്തിൽ പ്രവാചകർ പറഞ്ഞു, മിൻഹാ യുർഫഉൽ ഇൽമു വയൽഹറുൽ ജഹ്ലു. ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അറിവ് ലോകത്ത് നിന്ന് ഉയർത്തപ്പെടും. വയൽഹറുൽ ജഹ്ലു, അറിവില്ലായ്മ പ്രകടമാകും, വിവരക്കേട് അധികരിക്കുമെന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റ് ഹദീസുകൾ കൊണ്ട് തന്നെ കൃത്യമായി ഇമാമിങ്ങൾ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അവസാന കാലഘട്ടമാകുമ്പോൾ ഇൽമു ഉയർത്തപ്പെടും എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അതാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ഹദീസ്, അതിലേക്കുള്ള സൂചികയാണ്. قال رسول الله صلى الله عليه وسلم, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഇന്നല്ലാഹ ലാ യഖ്ബിലുൽ ഇൽമ ഇംതിസാഅൻ യന്തസിഉഹു മിനൽ ഇബാദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവ് ഈ ലോകത്ത് നിന്ന് ഉയർത്തപ്പെടുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥമേതെന്നറിയുമോ? ഒരു മനുഷ്യന്റെ ഹൃദയാന്തരങ്ങളിൽ അവൻ സൂക്ഷിച്ചു വെച്ചതാകുന്ന അറിവിനെ അല്ലാഹു ഉരിയെടുക്കുമെന്നല്ല, മറിച്ച് വലാകിൻ യഖ്ബിലുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവുള്ളതാകുന്ന മഹത്തുക്കളാകുന്ന ആലിമീങ്ങളെ ഈ ലോകത്ത് നിന്ന് മരിപ്പിക്കുമേ, അവരുടെ വഫാത്താക്കുമേ, അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് അല്ലാഹുവിന്റെ റൂഹിനെ കൊണ്ടുപോകുമേ. സാലിഹീങ്ങളാകുന്ന ഏറ്റവും മഹത്തുക്കളാകുന്ന ആലിമീങ്ങളുടെ വഫാത്ത് സംഭവിക്കുക എന്നാണ് അവസാന കാലഘട്ടത്തിൽ ഇൽമു ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. അവസാന കാലഘട്ടത്തിലേക്ക് അടുക്കുമ്പോ നല്ല നല്ല ആലിമീങ്ങൾ, വലിയ പണ്ഡിത മഹത്തുക്കൾ, മഹാന്മാർ, ബഹുമാനപ്പെട്ടതാകുന്ന ചമ്പുലങ്ങാട് ഉസ്താദ് പോലെ മരണപ്പെട്ടു പോയതാകുന്ന ബഹുമാനപ്പെട്ട സമസ്തയുടെ 2016 മുതൽ ഇതുവരെ നമുക്ക് ആത്മീയ നേതൃത്വം നൽകി സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായി നിറഞ്ഞു നിന്ന ബഹുമാനപ്പെട്ട പ്രൊഫസർ അലിക്കുട്ടി ഉസ്താദ് മഹാനുഭാവനെ പോലെ അത്തരത്തിലുള്ള ആലിമീങ്ങളുടെ മരണം സംഭവിക്കും. അലിക്കുട്ടി ഉസ്താദ് ഒരു സാധാ സീത മനുഷ്യനല്ലല്ലോ, എത്രയോ സമുന്നതമാക്കപ്പെട്ട ആത്മീയ മേഖലയിൽ വിരാജിച്ച വ്യക്തിത്വമാണ്. ഞാൻ സൂചിപ്പിച്ചല്ലോ, 2016 മുതൽ 2026 നമ്മൾ എത്തി നിൽക്കുന്നത്. ഇതുവരെ സമസ്തയെ നയിച്ചിട്ടുള്ളതാകുന്ന ഉന്നതനായ വ്യക്തിത്വമാണ്. ജനറൽ സെക്രട്ടറിയായി നിലകൊണ്ടവരാണ്. മാത്രമല്ല 2003 മുതൽ 2006 വരെ കേരള വഖഫ് ബോർഡ് ചെയർമാനായി നിലകൊണ്ടവരാണ്. ഹജ്ജ് കമ്മിറ്റിയുടേതാകുന്ന നേതൃത്വത്തിലായി നിലകൊണ്ടവരാണ്. ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റേതാകുന്ന റിക്രൂട്ട്മെന്റിലേക്ക് വരികയും അതിലേതാകുന്ന കമ്മിറ്റിയിൽ ഇടം പിടിക്കുകയും 2006 മുതൽ 2009 വരെ അതിൽ നിലകൊള്ളുകയും അതിൽ ചെയർമാനായി നേതൃത്വം കൊടുക്കുകയും ചെയ്തവരാണ്. മാത്രമല്ല റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമി എന്നറിയപ്പെടുന്ന ലോക വലിയ ഉന്നതമാകുന്ന ഫിഖ് കൗൺസിൽ ഉണ്ട്, പണ്ഡിതന്മാരുടെ ആത്മീയ നേതൃത്വം. അതിൽ അംഗത്വമുള്ള വ്യക്തിത്വമാണ്. ഉന്നതനാകുന്ന സമുന്നതരായ പണ്ഡിതന്മാരിൽ വിവിധ ഭാഷകൾ കഴിവുറ്റ രീതിയിൽ ജനങ്ങളിലേക്ക് അറിവ് പകർന്നു കൊടുക്കാൻ പറ്റുന്ന നിലയ്ക്ക് നിലകൊണ്ടതായ ആലിമീങ്ങളിൽ എടുത്തു പറയാൻ പറ്റുന്നതായ സമുന്നതനായ ആലിമായിരുന്നു ബഹുമാനപ്പെട്ട അലിക്കുട്ടി ഉസ്താദ്. അവരുടെ വിടവ് നമുക്ക് നികത്താൻ പറ്റാത്തതാണ്. അല്ലാഹു അടുത്ത ദറജ ഉയർത്തുമാറാവട്ടെ. ഇതേപോലെ ആലിമീങ്ങളുടെ വഫാത്ത് എന്ന് പറയുന്നത് ഓരോ കാലഘട്ടത്തിലും സമുന്നതരായ പണ്ഡിതന്മാർ വിടവാങ്ങിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷം 2015 ഒരു ദിവസം മുമ്പ് സഫർ 7 ബഹുമാനപ്പെട്ട ചമ്പുരങ്ങാട് ഉസ്താദിന്റെ വഫാത്ത് എങ്കിൽ സഫർ 8 ബഹുമാനപ്പെട്ട അലിക്കുട്ടി ഉസ്താദിന്റെ വഫാത്ത്. ഇനി ഈ മാസം ലാസ്റ്റും സഫർ ലാസ്റ്റും അടുത്ത മാസം റബീഉൽ അവ്വലിന്റെ തുടക്കവും അതിന്റെ അവസാനവും ഒക്കെ എത്രയോ സമുന്നതരാകുന്ന ആലിമീങ്ങളുടെ വഫാത്തുകളാണ്.
എത്രയോ മഹത്തുക്കൾ മരണപ്പെട്ടു പോയതാകുന്ന മാസമാണ് ഈ മാസങ്ങളൊക്കെ തന്നെ. അല്ലാഹു മഹാന്മാരുടെ എല്ലാം ദറജ ഉയർത്തുമാറാവട്ടെ. ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്തതാകുന്ന മഹത്തുക്കളുടെ വിട പറയൽ, അവരുടെ വഫാത്ത് എന്ന് പറയുന്നത് പ്രിയമുള്ള മുസ്ലിമീങ്ങളെ, സഹോദര സഹോദരിമാരെ, അറിഞ്ഞു വെക്കണം. ഇതാണ് ഇൽമിനെ ഉയർത്തപ്പെടുക അവസാന കാലഘട്ടത്തിൽ എന്ന് നബിതങ്ങൾ പറഞ്ഞതിന്റെ വിവക്ഷ അതാണ്. ആലിമീങ്ങളെ മരിപ്പിക്കണം. അതല്ലാതെ ഒരാൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഇൽമ് അയാളുടെ മനസ്സിൽ നിന്ന് മൊത്തത്തിൽ മാറ്റിക്കളയുക, ഊരിയെടുക്കുക എന്നുള്ളതല്ല. അതാണ് ഹദീസിൽ നബിതങ്ങൾ പറഞ്ഞത്. ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇന്തിസാഅൻ യന്തസിഉഹു മിനൽ ഇബാദ് വലാകിൻ യഖ്ബിദുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ ഹത്താ اتخذ الناس رؤوسا جهالا. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പെടുത്തുകയാണ്, അവസാന കാലഘട്ടം എത്തുമ്പോൾ ജനങ്ങളിൽ നിന്ന് അറിവിനെ ഉയർത്തപ്പെടുമെന്ന് പറഞ്ഞതിന്റെ ആശയം അവർ പഠിച്ചു വെച്ചിരിക്കുന്ന അറിവുകളെ ഇല്ലാതാക്കുക എന്നുള്ളതല്ല, മറിച്ച് ആലിമീങ്ങളെ മരിപ്പിക്കലാണ്. ആലിമീങ്ങളുടെ വഫാത്താണ്. ഹത്താ اتخذ الناس رؤوسا جهالا. അറിവില്ലാത്തതാകുന്ന ആളുകളെ ഇതിലൂടെ ജനങ്ങളെ തലയിലേറ്റി നടക്കുമേ. അറിവില്ലാത്തതാകുന്ന ചിഹ്ന സേവകരെ, ചിഹ്നമ്മമാരെ, ചിഹ്നപ്പമാരെ ഒക്കെ തലയിലേറ്റി നടക്കുന്നതായ ആളുകൾ കടന്നു വരുമേ. യഥാർത്ഥ ആലിമീങ്ങളെ വകവയ്ക്കാതെ ഇത്തരക്കാരുടെ പിറകെ നടക്കുന്നതായ മുസ്ലിമില്ലേ, മുസ്ലിമത്തില്ലേ, അവരോട് ഫത്വകൾ തേടുമ്പോ, വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോ, അവരുടെ കുടുംബത്തിന്റെ വിഷയങ്ങൾ ഫത്വ തേടുമ്പോ, അതാ അവർ ഫത്വ നൽകുകയാണ്. അറിവില്ലായ്മ കൊണ്ടവർ കൃത്യമായി മറുപടി നൽകുകയാണ്. ഈ ഫത്വയിലൂടെ, അറിവില്ലാത്ത ഫത്വയിലൂടെ അവരും പിഴച്ചു പോകുന്നു. അവർ ജനങ്ങളെ പിഴപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇത് പറഞ്ഞാൽ അവസാന കാലഘട്ടം എത്തുമ്പോ ആലിമീങ്ങൾ, നല്ല നല്ല കിതാബ് തിരിഞ്ഞ മഹത്തുക്കളൊക്കെ വഫാത്തായി. ജിന്നുകളെയും ജിന്നമ്മമാരെയും ജിന്നസേവ നടത്തുന്ന ആളുകളുടെ പിന്നിൽ, ജ്യോത്സ്യന്മാരുടെ പിന്നിൽ, കണിയാന്മാരുടെ പുറകെയൊക്കെ നമ്മുടെ ഉമ്മത്തിങ്ങനെ ഓടി നടക്കും. എന്നിട്ട് അവരോട് ഓരോ കാര്യങ്ങൾ ചോദിക്കും. എപ്പോഴാണ് ഓരോന്ന് തുടങ്ങേണ്ടത്, എപ്പോഴാണ് നിർത്തേണ്ടത്, എല്ലാ കാര്യങ്ങളും അവരോടാണ് തേടുന്നത്. അറിവുള്ള ആലിമീങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോഴുണ്ടാകുന്ന അവസ്ഥ അതിലൂടെ ആ വിവരമില്ലാത്ത ആളുകൾ കൊടുക്കുന്ന ഫത്വ അനുസരിച്ചായിരിക്കും ഇവരുടെ ജീവിത ക്രയവിക്രയങ്ങൾ ഉണ്ടാവുക. അതിലൂടെ അവർ പിഴയ്ക്കും, മറ്റുള്ളവരെ പിഴപ്പിക്കുകയും ചെയ്യുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇതാണ് ആദ്യ തലമുറ കണ്ടുകൊണ്ടിരിക്കുന്ന വസ്തുത. ഇന്നത്തെ തലമുറ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. കഴിഞ്ഞ ദിവസം 20-ാം തീയതി ഇരട്ട കൊലപാതകത്തിന് വേണ്ടി പാലക്കാട് ജില്ലയിലെ നെന്മാറയിലുള്ള പോത്തുണ്ടി പ്രദേശത്തുള്ള ഒരു മനുഷ്യൻ, ചെന്താമര എന്നു പേരുള്ള ഒരു മനുഷ്യനെ കൊലക്കയറിന് വിധിച്ചു. എല്ലാവരും സോഷ്യൽ മീഡിയ നോക്കുന്നവരായിരിക്കും. വർഷങ്ങളായി വലിയ കൊലപാതകം നടത്തിയ വ്യക്തിയാണ് അദ്ദേഹം. അതിലേക്ക് എത്തിപ്പെട്ടത് ഞാൻ ഇന്ന് ഇങ്ങോട്ടേക്കുള്ള വാഹനയാത്രയിൽ സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞു. അദ്ദേഹം ഇതിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം ജ്യോത്സ്യന്റെ പ്രവചനമാണ്. ഒരു ജ്യോത്സ്യന്റെ അടുക്കൽ ചെന്നു, ജീവിതത്തിൽ വിജയക്കൊടി പാറിക്കുവാൻ വേണ്ടി, ഉന്നതമായ തലത്തിലേക്ക് എത്താൻ വേണ്ടി ജ്യോത്സ്യന്റെ സമീപത്ത് ചെന്നു. അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിച്ചു. എന്ത് കാര്യം നടക്കണമെങ്കിലും ജ്യോത്സ്യം പറയുന്നത് ചെയ്യും. അങ്ങനെയാണ് ഈ ചെന്താമരയുടെ ജീവിതം എന്ന് പറയുന്നത്. നല്ല കുടുംബ ജീവിതം നയിച്ച വ്യക്തിയാണ്, ഭാര്യയുണ്ട്, നല്ല മനോഹരമായി ജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ്. നെന്മാറ എന്ന് പറയുന്ന പാലക്കാട് ജില്ലയിലെ പോത്തുണ്ടി എന്ന് പറയുന്ന പ്രദേശത്ത് ബോയ് കോളനി എന്ന് പറയുന്ന ഒരു കോളനിയിലെ സാദാസീത മനുഷ്യൻ ജീവിക്കുന്നതാകുന്ന വ്യക്തിയാണ് അദ്ദേഹം. ലോറി ഡ്രൈവറാണ്.
അദ്ദേഹം ജീവിക്കുന്നതിനിടയിൽ ജ്യോത്സ്യന്മാരെ വല്ലാതെ ഇഷ്ടം വെക്കുന്ന വ്യക്തിയാണ്. ഒരു ജ്യോത്സ്യന്റെ സമയത്തിൽ സ്ഥിരം ചെല്ലും, അയാൾ എന്ത് പറയുന്നു അതനുസരിച്ച് പ്രവർത്തിക്കുക. അയാൾ പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം വേണോ, നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യവും സന്തോഷവും കിട്ടും. നീണ്ട മുടിയുള്ളതാകുന്ന ഒരു സ്ത്രീ നിങ്ങളുടെ ശത്രുവാണ്, അവളെ കൊല്ലണം, എന്നാൽ നിങ്ങൾക്ക് നല്ല റാഹത്തായിട്ട് ജീവിതം ഉണ്ടാവും. ജീവിതം ലാസ്റ്റ് ഉണ്ടായി. അല്ലാഹു ആക്കുമാറാവട്ടെ. നീണ്ട മുടിയുള്ളതാകുന്ന സ്ത്രീ അന്വേഷിച്ച് ഇയാൾ ചുറ്റും പരതി നോക്കുമ്പോ അയൽവാസിനിയാകുന്ന ഒരു പെണ്ണ്, അയൽവക്കത്ത് താമസിക്കുന്ന പെണ്ണിന് നല്ല നീളമുള്ള മുടിയാണ്. അവര് വലിയ മോഡലിംഗ് ഒന്നും ചെയ്യുന്നവരല്ല. ഇപ്പൊ മോഡലിംഗ് ചെയ്യുന്ന പെണ്ണുങ്ങളാണല്ലോ എല്ലാം വെട്ടി 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 ഹലാക്കാക്കുന്നത്. അവരൊരു സാധാ സ്ത്രീയാണ്, പാലക്കാടൻ സ്ത്രീയാണ്. അയൽവാസിനിയാകുന്ന ആ സഹോദരിയിലേക്ക് നോക്കി, സുജാത എന്ന പേരുള്ള ആ പെണ്ണിന്റെ മുടിയിൽ നോക്കിയപ്പോ നല്ല കറുത്ത മുടികൾ. ജ്യോത്സ്യൻ പറഞ്ഞതുപോലെ തന്നെ അവരുടെ നിതംബത്തിന്റെ ഭാഗത്തേക്ക് നല്ല ഇറക്കമിട്ട് കിടക്കും. അപ്പൊ ശത്രു ഇവള് തന്നെയാണ്, അയൽവാസിനിയാകുന്ന പെണ്ണാണല്ലോ. അപ്പൊ വേഗം അവളെ തന്നെ ശത്രുവായിട്ട്. സാധാരണ അയൽവാസികൾ പലർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരുണ്ട്. പക്ഷെ ഇവരങ്ങനെ ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രയാസമില്ല എന്ന് മാത്രമല്ല, വളരെ സ്നേഹത്തിനും സന്തോഷത്തിലും കഴിയുന്ന വ്യക്തിയാണ്. പക്ഷെ ഈ ചെന്താമര എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ജ്യോത്സ്യം കൊടുത്ത ചില വചനങ്ങൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ അങ്ങനെ കിടക്കുന്നു, മുറിവേറ്റ് കിടക്കുക. നീണ്ട മുടിയുള്ള സ്ത്രീ നിന്റെ ശത്രുവാണ്. അതുകൊണ്ട് തന്നെ അവളുടെ ഭർത്താവും അവളുടെ മക്കളും ഒക്കെ വീട്ടിലില്ലാത്ത ഒരു സമയം നോക്കി രാവിലെ ഒരു 10 മണി സമയപ്പോ കൊടുവാളും എടുത്ത് വീട്ടിൽ ചെന്ന് ആ പെണ്ണിന്റെ പിടലിയിൽ വെട്ടി. ആ പെണ്ണിനെ ആദ്യം കൊലപ്പെടുത്തിയിട്ട് തൊട്ടടുത്തുള്ളതാകുന്ന പാലക്കാട് ഉൾക്കാടുകളിലേക്ക് കയറി, വനപ്രദേശങ്ങളിലേക്ക് ഓടി ഒളിച്ചു. പോലീസുകാർ പിന്നീട് മണിക്കൂറുകൾ കൊണ്ട് അവസാനം അവനെ കണ്ടെടുത്തു, അവനെ ജയിലിനുള്ളിലാക്കി. അവസാനം അവൻ അവിടെ നിന്ന് ജാമ്യവ്യവസ്ഥയിൽ, ഈ നാട്ടിലേക്ക് ഒരിക്കലും വരരുത് എന്നുള്ളതാകുന്ന വ്യവസ്ഥയിൽ അവനെ പോലീസുകാർ ജാമ്യത്തിൽ വിടുകയാണ്. പൈസയൊക്കെ ചെലവായി ജാമ്യത്തിൽ ഇറങ്ങി. പക്ഷെ ഇവൻ ആ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് അതേ നാട്ടിൽ തന്നെ വന്നു. അവരുടേതാകുന്ന ഭർത്താവിനെ കൊലപ്പെടുത്താൻ വേണ്ടി തുനിഞ്ഞു. സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് വരുന്നതാകുന്ന വഴിയിൽ അദ്ദേഹത്തിന്റെ മുന്നിൽ വന്ന് നിന്ന് അയാളെയും വെട്ടി കൊലപ്പെടുത്തുക. അയാളെ കൊലപ്പെടുത്തുന്നു. അയാൾ പൊട്ടിക്കരയുന്നത്, ഒച്ചയിട്ട് നിലവിളിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് സുധാകരൻ എന്ന് പറയുന്നതാകുന്ന ആ ചെറുപ്പക്കാരനെ അദ്ദേഹത്തെ വെട്ടിക്കൊലപ്പെടുത്തി. അദ്ദേഹത്തിന്റെ അമ്മ ലക്ഷ്മി എന്ന് പറയുന്നവർ അകത്ത് നിന്ന് ഓടി വരുമ്പോ അവരെയും കൊടുവാളുകൊണ്ട് വെട്ടി അവരെയും കൊല്ലുകയാണ്. 2 കൊലപാതകം, ഇരട്ട കൊലപാതകം വീണ്ടും നടക്കും. ഒക്കെ നിങ്ങൾ ജ്യോത്സ്യൻ ആദ്യം പറഞ്ഞത് ഒരാളെ മതിയെന്നാ പറഞ്ഞു. പക്ഷെ 1 കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പൊ 3 ഉണ്ടായി. നാലിച്ച് നോക്ക്, നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്തിൻ്റെതാകുന്ന സിവിൽ ക്രിമിനൽ ചെയ്തിട്ടുള്ള ക്രിമിനൽ നടപടികൾ ചെയ്തിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്ന ശിക്ഷാ നടപടികളിലുള്ള പ്രശ്നമാണിതൊക്കെ. കാരണം ഒരു കൊലപാതകം നടത്തി ജയിലിൽ കഴിഞ്ഞവൻ അവൻ ജാമ്യവ്യവസ്ഥ ലംഘിച്ചിട്ട് ഈ നാട്ടിൽ വന്ന് വീണ്ടും 2 കൊലപാതകം നടത്തി അവൻ തിരിച്ച് വീണ്ടും വനാന്തരങ്ങളിലുള്ളിലേക്ക് കയറി. 30 മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും അവനെ കണ്ടെടുക്കുക. വനത്തിനുള്ളിലേക്ക് പോയി പാലക്കാടിന്റെ ഉൾഭാഗത്തുള്ള എല്ലാ വനപ്രദേശങ്ങളിലേക്കും പോലീസുകാർ തപ്പി അന്വേഷിച്ചു നോക്കുന്നു. ഇവനെ കണ്ടുകിട്ടുന്നില്ല. മനുഷ്യൻ കൃത്യമായി പോകാൻ പറ്റുന്ന അകത്തിന്റെ അതിന്റെ അകഭാഗമുണ്ട്, കാടിന്റെ അകൽഭാഗമുണ്ട്. ആ അകഭാഗത്തേക്കൊക്കെ പോയി നോക്കി, ആളെ കണ്ടെത്തിയിട്ടില്ല. അവസാനം ഒരു തന്ത്രം മെനഞ്ഞു, അനൗൺസ്മെന്റ് ചെയ്തു. പോലീസുകാരെല്ലാം തിരിച്ചു വിളിച്ചുകൊണ്ട് ആളെ കണ്ടെത്തുന്നില്ല, ചെന്താമരയെ കണ്ടുകിട്ടുന്നില്ല, നമുക്ക് എല്ലാവർക്കും തിരിച്ചു പോകാമെന്ന് പറഞ്ഞ് പായ്ക്കപ്പടിച്ച് തിരിച്ചു പോകുന്ന ശബ്ദം അവന്റെ കാതിലെത്തുക. അതൊരു ഹിക്മത്തായിരുന്നു, തന്ത്രപ്രയോഗമായിരുന്നു പോലീസുകാരുടെ. അവസാനം ചെന്താമര പോലീസൊക്കെ പിൻവാങ്ങി എന്ന് മനസ്സിലാക്കി 30-37 മണിക്കൂറുകളോളം വിശന്ന് വലഞ്ഞ് കാട്ടിനുള്ളിൽ കഴിഞ്ഞവൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങുന്ന സമയത്ത് പോലീസ് വീണ്ടും അവനെ പൊതിഞ്ഞു, വീണ്ടും ചാക്കിനുള്ളിലാക്കി, ആളെ ലോക്കപ്പിലാക്കി. അവസാനം അയാൾക്കെതിരിൽ വിധി വന്നത് കഴിഞ്ഞ ദിവസമാണ്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങൾ. അയാൾക്ക് വിധി വരികയാണ്. നല്ല ജീവിതം കിട്ടുമെന്ന് ജ്യോത്സ്യം പ്രവചിച്ചതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ തുനിഞ്ഞ മനുഷ്യന് അവസാനം കൊലക്കയർ വിധിച്ചു. ഈ കഴിഞ്ഞ 20-ന്. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. എന്ന് പറയുന്നത് നമുക്കൊക്കെ അടുത്തുള്ള ഭാഗമാണല്ലോ. നെന്മാറ എന്ന പ്രദേശത്ത്, പോത്തുണ്ടി എന്ന് പറയുന്ന ദേശത്ത് പൊയ്ക്കോളനിയിലുള്ളതാകുന്ന ആ സഹോദരൻ, അദ്ദേഹത്തിന്റെ ചരിത്രം, ചെന്താമരയുടെ ചരിത്രമാണ് ഇപ്പൊ ഈ പറഞ്ഞത്. ലോകമെമ്പാടും വലിയ ചർച്ച ചെയ്യപ്പെട്ട, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ സോഷ്യൽ
സോഷ്യൽ മീഡിയയിലൊക്കെ വരെ തരംഗമായി നിന്ന കഴിഞ്ഞ ദിവസത്തെ കോടതി വിധിയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പാകെ പങ്കുവെച്ചത്. ഒരു ജ്യോത്സ്യന്റെ പ്രവചനത്തിലൂടെ ജീവിതം താറുമാറായി എന്നാണ് ഞാൻ ഈ പറഞ്ഞത്. പല ആളുകളും ഇന്നും നമ്മുടെ ഉമ്മത്തിൽ അങ്ങനെയുണ്ട്. അവരുടെ പ്രവചനങ്ങൾക്ക് പുറകിൽ നിൽക്കുന്ന ആളുകൾ, അവര് പറയുന്ന പോലെ ജീവിച്ചാൽ വലിയ വിജയമുണ്ട് എന്ന് മനസ്സിലാക്കുന്നവർ, ഇപ്പോഴും മനസ്സിന്റെ അകത്തലങ്ങളിൽ അന്ധവിശ്വാസങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. അത്തരക്കാരെ പേര് ജീവിക്കുന്നവരുണ്ട്. വലിയ അപകടമാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ അതാ കാഹിനാ, ആരെങ്കിലും ജ്യോത്സ്യനെ സമീപിക്കുകയും ഫസദ്ദഖഹു ബിമാ യഖൂലു, ആ ജ്യോത്സ്യൻ പറയുന്നത് പരിപൂർണമായി സത്യമാണെന്ന് മനസ്സിലാക്കുന്ന ഏതൊരു സത്യവിശ്വാസിയുണ്ടോ, മുഅ്മിനുണ്ടോ, ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കപ്പെട്ടതായ പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് അവിശ്വസിച്ചവനാണ് അവൻ, നിഷേധിയാണ്, കാഫിറാണ്. വിശ്വാസിയാണോ മുഅ്മിനാണോ അവൻ ദീനിൽ അടിയുറച്ച് നിൽക്കണം. അവൻ ഇത്തരക്കാരുടെ അടുക്കൽ പോകാൻ പാടില്ല. ശരിക്കും മനസ്സിലാക്കണേ, ഈമാനില്ലാത്ത ആളുകൾ, അവിശ്വാസികൾ, നിരീശ്വരവാദികൾ, യുക്തിവാദികൾ, അത്തരക്കാർ ജ്യോത്സ്യന്മാരെ സമീപിക്കുന്നു, കണിയാന്മാരെ സമീപിക്കുന്നു, പ്രശ്നം വെക്കുന്നവരെ സമീപിക്കുന്നു, കാര്യങ്ങൾ തേടുന്നു. അതൊന്നും ഇവിടെ നമുക്ക് ചർച്ചയില്ല. അവരുടെ ആദർശം, അവരുടെ ആശയം, അവരുടെ വിശ്വാസം അത് പറ്റുമല്ലോ. ഇന്ത്യ രാജ്യത്ത് പ്രത്യേകിച്ചും പറ്റും. മുസ്ലിമായ വ്യക്തി, ഈമാനുള്ള വ്യക്തി, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന വ്യക്തി, പ്രവാചകന്മാരിൽ വിശ്വാസമുള്ള വ്യക്തി, നന്മയും തിന്മയും അള്ളാഹുവിൽ നാടെന്നുള്ള ഈമാൻ കാര്യങ്ങളിൽ അചഞ്ചലമായി വിശ്വാസമുള്ള സത്യവിശ്വാസി ഒരിക്കലും ഇത്തരക്കാരുടെ പിന്നിൽ അണിനിരക്കാൻ പാടില്ല. നമ്മുടെ ഈമാൻ തെറ്റിപ്പോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അന്ധവിശ്വാസം ഏറ്റവും കൂടുതൽ വെച്ച് പുലർത്തുന്നവരായി ഇന്ന് നമ്മുടെ തലമുറ മാറി. ഒരു കാര്യം മനസ്സിലാക്കണം, അന്ധവിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് എത്രമാത്രം ആഴ്ന്നിറങ്ങുന്നോ ഈമാൻ അത്രമാത്രം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അതിന്റെ അവസാനം എത്തിച്ചേരുക നിന്ദ്യതയിലും നിസാരതയിലുമായിരിക്കും. ഏറ്റവും മോശപ്പെട്ട ജീവിതത്തിലേക്കായിരിക്കും എത്തിച്ചേരുക. ഒരുപാട് ആളുകളുടെ അനുഭവങ്ങൾ പറയാൻ പറ്റും. എത്രയോ ആളുകളുടെ ലോകത്താദ്യമായി അന്ധവിശ്വാസം പരത്തിയത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ആരിലേക്കാണ്? സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാമിലേക്കും ബീവി ഹവ്വാ റളിയല്ലാഹു അൻഹയിലേക്കുമാണ് ആദ്യമായി അന്ധവിശ്വാസം കൊണ്ടുവന്നത്. നമുക്കറിയാമല്ലോ, ആദം നബി അലൈഹിസ്സലാമും ഹവ്വാവുമയും സ്വർഗ്ഗത്തിലാണ് വസിച്ചിരുന്നത്. ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന, നീയും നിന്റെ ഭാര്യയും സ്വർഗ്ഗത്തിൽ കഴിഞ്ഞുകൊള്ളുക. അല്ലാഹു കൃത്യമായി അവർക്ക് കൊടുത്തത് സ്വർഗ്ഗമായിരുന്നു, മനോഹരമായ ജീവിതം. അല്ലാഹു ഒന്നേ നിർദ്ദേശം വെച്ചിട്ടുള്ളൂ, വലാ തഖറബാ ഹാദിഹി ശജറ. ഒരു മരം കാണിച്ചിട്ട് പറഞ്ഞു, ഈ മരത്തിലേക്കും അതിന്റെ കായ്കനികളിലേക്കും നിങ്ങൾ അടുക്കരുത്. ഫതകൂനാ മിനൽ ളാലിമീൻ, അടുത്താൽ നിങ്ങൾ പ്രശ്നത്തിനായി പോകും, വലിയ പ്രയാസത്തിനായി പോകും. അതുകൊണ്ട് ആ ഒരു മരത്തിലേക്ക് അടുക്കരുത് എന്ന് പറഞ്ഞ് കൃത്യമായി അടയാളപ്പെടുത്തി. ഖുർആൻ പറയുന്നു, അതിലേക്ക് അവരുടെ മനസ്സിനെ ചാഞ്ചല്യപ്പെടുത്തി അന്ധവിശ്വാസം കൊടുത്തത് ആദ്യമായി പിശാച. കാരണം സ്വർഗത്തിൽ വസിക്കുന്ന ആളുകൾക്ക് വസ്ത്രം നിർബന്ധമാണ്. സ്വർഗത്തിലെ നിയമത്തിൽപ്പെട്ടതാണ് നല്ല ഡ്രസ് ഉണ്ടാവണം, നല്ല വസ്ത്രം ധരിച്ചിരിക്കണം. വസ്ത്രമില്ലാതായി പോയാൽ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടും. സ്വർഗത്തിൽ പിന്നെ നിൽക്കാൻ പറ്റൂല, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങണം. ഇത് സ്വർഗത്തിലെ നിയമമാണ്. ഇത് മനസ്സിലാക്കിയതാകുന്ന ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അതിനുവേണ്ടി പരിശ്രമിച്ചു. ആദം നബി അലൈഹിസ്സലാമിന്റെയും ഹവ്വാവുമയുടെയും വസ്ത്രം ഉരിയപ്പെടണം. അതിനുവേണ്ടി വിലക്കപ്പെട്ട കായികനികൾ എങ്ങനെയെങ്കിലും ഒന്ന് കഴിപ്പിക്കാൻ വേണ്ടി അവർക്ക് ഉപദേശം കൊടുക്കണം, നിർദ്ദേശം കൊടുക്കണം. അതിനവൻ രാവും പകലും അധ്വാനിച്ചു. അവസാന സ്വർഗത്തിന്റെ വെളിഭാഗത്ത് നിൽക്കുന്ന ഇബ്ലീസ് അവരതിലേക്കൂടെ വരുമ്പോ, ആ കവാടത്തിന്റെ ഭാഗത്തുകൂടി വരുമ്പോ അവൻ കൊടുത്തു ദുർഭേദനം. ഖുർആൻ പറയാ, ഫവസ്വസ ലഹുമ ശൈത്വാൻ ليبدي لهما ما وري عنهما من سوآتهما وقال ما نهاكما ربكما عن هذا
هذه الشجرة إلا أن تكونا ملكين أو تكونا من الخالدين وقاسمهما إني لكما لمن الناصحين فدلاهما بغرور. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ആദം നബി അലൈഹിസ്സലാമിനും ഹവ്വാ ഉമ്മയ്ക്കും സംഭവിച്ച വിഷയം ലോകരോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഫവസ്വസ ലഹുമശ്ശൈത്വാൻ, ആദമിനോടും ഹവ്വയോടും രണ്ടുപേരോടും ഇബ്ലീസ് വന്നുകൊണ്ട് ദുർബോധനം നടത്തുകയാണ്, അന്ധവിശ്വാസം കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അവൻ ദുർബോധനം നടത്തുന്നത്? ലിയുബ്ദിയ ലഹുമാ മാ ബൂരിയ അൻഹുമാ മിൻ സൗആതിഹിമാ, രണ്ടുപേരും ധരിച്ചിരിക്കുന്നതായ ഉടയാടകൾ ഒഴിവാക്കപ്പെടുകയും അവരുടെ നഗ്നമേനികൾ പുറത്തേക്ക് വരുന്നതിന് വേണ്ടിയിട്ടാണ്, ഔറത്ത് വെളിവാകുന്നതിനാണ് ദുർബോധനം നടത്തിയത് എന്ന് പരിശുദ്ധമായ ഖുർആൻ. وقال ما نهاكما ربكما عن هذه الشجرة. ആദമിനോടും ഹവ്വയോടും രണ്ടുപേരോടുമായി വിളിച്ചു പറയുകയാണ് പിശാച്, അല്ലയോ ആദമേ ഹവ്വയേ, നിങ്ങൾ രണ്ടുപേരെയും അല്ലാഹു ഈ മരത്തിന്റെ കായ്കനികളിലേക്ക് അടുക്കരുത് എന്ന് പറഞ്ഞത് എന്തിനെന്നറിയുമോ? ഇല്ലാ തകൂനാ മലക്കൈൻ, നിങ്ങൾ രണ്ടുപേരും മലക്കിൻ്റെതാകുന്ന പദവിയിലേക്ക് ഉയരുന്നതിനെ തൊട്ട് പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടതായ അല്ലാഹുവിനെ സദാസമയം ആരാധിക്കുന്നതായ മഹത്തുക്കളാകുന്ന മലക്കുകളുടെ പദവിയിലേക്ക് ഉയരുന്നതിനെ തൊട്ട് അല്ലാഹു തടഞ്ഞതാണ്. ഫതകൂനാ മിനൽ ഖാലിദീൻ ഔ തകൂനാ മിനൽ ഖാലിദീൻ, നിങ്ങൾ സ്വർഗാവകാശികളായി കാലാകാലം ഈ സ്വർഗത്തിൽ വസിക്കുന്നതിനെ തൊട്ട് അല്ലാഹു തടയിട്ടതാണ്. നിങ്ങൾ ഈ കായ്കനികൾ കഴിച്ചാൽ കാലാകാലം സ്വർഗത്തിൽ വസിക്കാം. ഒന്ന് അവർക്ക് കൊടുക്കുന്നതായ ദുർബോധനം, അവരുടെ മനസ്സിൽ കൊടുക്കുന്ന ആശ, അത്യാഗ്രഹം, വലിയ ആഗ്രഹം കൊടുക്കുകയാണ്. ലോകത്താദ്യമായി വസ്വാസം ഉണ്ടാക്കുകയാണ്, അന്ധവിശ്വാസം കൊടുക്കുകയാണ്. ആദ്യമായി ആരാ കൊടുത്തത്? ഇബ്ലീസ്. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഇത് കേട്ടപ്പോ ഇവിടെ രണ്ട് ഖിറാഅത്ത് ഉണ്ട്. അതാണ് ആദ്യത്തിൽ ഞാൻ ഓതിയത്. ഇല്ലാ തകൂന മലിക്കൈനി എന്നുമുണ്ട്, ഇല്ലാ തകൂന മലക്കൈനി എന്നുണ്ട്. മലിക്കൈനി എന്ന് പറയുമ്പോ രാജാവ് രാജ്ഞിയെ പോലെ നിങ്ങൾക്ക് ഇവിടെ വസിക്കാം കാലാകാലം. രാജാവ് രാജ്ഞിയായിട്ട് കാലാകാലം നിങ്ങൾക്ക് വസിക്കാം. അതല്ല, മലക്കിന്റെ പദവിയിലേക്ക് നിങ്ങൾ ഉയരും, ഉന്നതമായ ശ്രേണിയിലേക്ക് വരും. യഥാർത്ഥത്തിൽ മലക്കിനേക്കാൾ പദവി മനുഷ്യരുണ്ട്. പക്ഷെ എപ്പോഴും അള്ളാഹുവിനെ ആരാധിക്കാൻ പറ്റുന്ന ഒരു ഉന്നതമായ ശ്രേണിയിലേക്ക് നിങ്ങൾ എത്തും. മനുഷ്യനാകുമ്പോൾ മലമൂത്ര വിസർജനത്തിന് വേണ്ടിയും ഭക്ഷണം കഴിക്കാനും ഒക്കെ സമയം വേസ്റ്റ് ആവും. അതൊന്നും വേണ്ട, എപ്പോഴും നിങ്ങൾക്ക് അള്ളാഹെ ആരാധിക്കാം എന്നത് കേട്ടുകൊണ്ട് ഒരു അത്യാഗ്രഹം ഹൃദയത്തിലൊട്ട് കൊടുക്കാൻ, കാലാകാല സ്വർഗത്തിൽ വസിക്കാം. ദുർബോധനത്തിന്റെ മന്ത്രോച്ചാരണം നടത്തി ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ഇത് കേട്ടപ്പോ മനസ്സ് ഇളകി. ആദ്യം ഇളകിയത് പെണ്ണിന്റെ മനസ്സാണ്, ഹവ്വായുടെ മനസ്സാണ്. അന്നും ഇന്നും പെണ്ണുങ്ങളാണ് ആദ്യം ഇളകുന്നത്. അല്ലാഹു മലക്കാക്കുമാറാകട്ടെ. ഖുർആൻ പറയാൻ ഫദല്ലാഹുമാ ബിഗുറൂർ, ഫദല്ലാഹുമാ ബിഗുറൂർ. ഇബ്ലീസ്
ലഅനത്തുല്ലാഹി അലൈഹി രണ്ടുപേരോടും ദുർബോധനം നടത്തിയത് വഞ്ചനയാണ്. അവരെ ചതിക്കലാണ് ലക്ഷ്യം, അവരെ ഇല്ലാതാക്കലാണ് ലക്ഷ്യം. സ്വർഗത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കാനുള്ള പണിയാണ് ഇബ്ലീസ് എടുക്കുന്നത്. ഈ കായികനികൾ കഴിച്ചാൽ അവരുടെ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന വസ്ത്രം ഉരിയപ്പെടും, അതിലൂടെ സ്വർഗത്തിൽ അല്ലാഹു പുറത്താക്കും. ആ ലക്ഷ്യം കാണാൻ വേണ്ടി ഇബ്ലീസ് അവരോട് ചതി പ്രയോഗം നടത്തുകയാണ്. അല്ലാഹു പറയുന്നു ഫലമ്മാ ദാഖാ അശ്ശജറ ഫലമ്മാ ذاق الشجرة بدت لهما سوآتهما. രണ്ടുപേരും വിലക്കപ്പെട്ട കായികനികൾ, അല്ലാഹു വിലക്കിയതായ കായികനികൾ ഇബ്ലീസിന്റെ മന്ത്രോച്ചാരണത്തോടുകൂടി അവന്റെ ചതിപ്രയോഗം മനസ്സിലാക്കാതെ അന്ധവിശ്വാസത്തിൽ മുഴുകിക്കൊണ്ട് അത് കഴിക്കാൻ വേണ്ടി തുനിഞ്ഞപ്പോൾ തന്നെ ബദത് ലഹുമാ സൗആതുഹുമാ, രണ്ടുപേരുടെയും നഗ്നത വെളിവായി അത്രേ, അവരുടെ നാണം വെളിവാകുകയാണ്. വതഫിഖാ യഖ്സിഫാനി അലൈഹിമാ മിൻ വറഖിൽ ജന്ന. രണ്ടുപേരും സ്വർഗത്തിന്റെ ഇലകൾ പറിച്ചെടുത്തിട്ട് വേഗം തന്നെ നാണം മറക്കാൻ ശരീരത്തിലേക്ക് ചേർത്തി വെച്ചു, ശരീരത്തിലേക്ക് ഒട്ടിച്ചു വെച്ചു എന്ന് പരിശുദ്ധമായ ഖുർആൻ. അവറത്ത് വെളിവായപ്പോ നാണക്കേടാണ്. സത്യത്തിൽ യഥാർത്ഥത്തിൽ ഭാര്യയും ഭർത്താവും ഉള്ളൂ, വേറൊരാളും കാണാനില്ല. ഔറത്ത് വെളിവായി മറ്റൊരാളും ദർശിക്കാനില്ല. എങ്കിൽ പോലും സ്വർഗത്തിലെ ഇലകൾ പറിച്ചെടുത്തിട്ട് വേഗം തന്നെ നാണം മറക്കാൻ തയ്യാറായി. ആദം നബി അലൈഹിസ്സലാം ഹവ്വാവും റളിയല്ലാഹു അൻഹാ, അല്ലാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. അവർക്ക് ദുർബോധനം നടത്തി, ആ ദുർബോധനത്തിൽ അവർ വശംവദരായി വീണു. അതിന്റെ കാരണത്താൽ അവർക്കുണ്ടായ നാശനഷ്ടം ചില്ലറയല്ല, സ്വർഗത്തിൽ നിന്ന് അവരെ ഇറക്കപ്പെട്ടു. അല്ലാഹ്, കാലാകാലം മക്കളും പരമ്പരകളും ഒക്കെ ഇനി എവിടെ വേണം? സ്വർഗത്തിൽ. നിങ്ങൾ പുറത്തോട്ട് പോയിക്കോ, യാ അല്ലാഹ്, ഭൂമിയിലേക്ക് ഇറങ്ങിക്കോ. ഇനി നിങ്ങളുടേതാകുന്ന എല്ലാ സംഭവവികാസങ്ങളും ഭൂമിയിലാണ്. ഇനി കാലാകാലം ഇവിടെ അമല് ചെയ്തിട്ട് വേണം ഇനി സ്വർഗത്തിലേക്ക് തിരിച്ചു കയറാൻ. അല്ലാഹുവിന്റെ തീരുമാനം അചഞ്ചലമാണ്, അജയ്യമാണ്. നിന്ദ്യതയും നിസാരതയുമായി സ്വർഗത്തിൽ കഴിഞ്ഞിരുന്നത് ആ വാപ്പായും ഉമ്മായും ആ വിലക്കപ്പെട്ട കായികനികളിലേക്കുള്ള ഒരു കൈവപ്പാണ് അവരിങ്ങോട്ടേക്ക് ഇറക്കിയത്. ഇതിന്റെ കാരണക്കാരനാരാ? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ലോകത്താദ്യമായി അന്ധവിശ്വാസം ക്ലാസ് എടുത്തു കൊടുത്തതാരാ? ഇബ്ലീസ്. മനസ്സിലായിക്കോണം. അതിൽ പെട്ടുപോയതാരാ? പെണ്ണുങ്ങളാണ്. ഹവ്വാവുമ്മയെ പെട്ടുപോയത് അവരാണ്. ആദം നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞത് കഴിച്ചു നോക്കിയാൽ റാഹത്തായിട്ട് കാലാകാലം സെറ്റാവും, ജീവിതം സെറ്റ്. അങ്ങനെ പറഞ്ഞ് ഉപദേശിച്ച്, അപ്പൊ അത് കേട്ടിട്ട് ആദം നബി അലൈഹി സ്വലാമും ഭാര്യ പറയുന്നതല്ല, എന്നാ നോക്കിയേക്ക എന്ന് പറഞ്ഞ് കൈവച്ചതാ. അല്ലാഹ്, റാഹത്തായി. മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഇത് അന്നും ഇന്നും ഉണ്ട്. ഇന്നും പലർക്കും ഇളക്കം കൊടുക്കും. ഭർത്താവിന് ഇങ്ങനെ, അവിടെ ഒരാൾ വന്നിട്ടുണ്ട്, നല്ല ഫസ്റ്റ് ക്വാളിറ്റി ആണെന്നാ പറയുന്നത്, നല്ല സൂപ്പർ സാധനമാണ്. അപ്പൊ ഭർത്താവ് പറയേ തട്ടിപ്പായിരിക്കും. അങ്ങനെ നമ്മുടെ അപ്പുറത്ത് ഐഷുമ്മൊക്കെ പോയിട്ട് കാര്യങ്ങൾ നടന്ന് നല്ല റാഹത്തായിട്ട് ജിന്നുമ്മ അടുത്തോട്ട് നമുക്ക് പോയേക്കാം, ജിന്നുപ്പ അടുത്തോട്ട് പോയേക്കാം എന്ന് പറഞ്ഞ് കള്ള ശൈഖന്മാരുടെയും കള്ള സൂഫിയാക്കളുടെയും ഇത്തരക്കാരായ ആളുകളുടെ അടുക്കലേക്കും ഒക്കെ ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത് സ്ത്രീകളാണ്. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. ചെറിയ കാര്യമല്ല. തങ്ങൾ പറയുകയാണ്, മൻ അതാ അറാഫ ഫസഅലഹു അൻ ശൈഇൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ആരെങ്കിലും ഒരു ജ്യോത്സ്യനെ സമീപിക്കുകയും ഒരു കണിയാനെ സമീപിക്കുകയും മുസ്ലിമായ ഒരു വ്യക്തി, അല്ലാഹുവിൽ വിശ്വാസമുള്ള ഒരു സഹോദരി
ഏതെങ്കിലും ഒരു കണിയാനെ, ഏതെങ്കിലും ഒരു ജ്യോത്സ്യനെ സമീപിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ഏതെങ്കിലും ഒരു വിഷയങ്ങളെ പറ്റി ചോദിക്കുകയും അദ്ദേഹം പറയുന്ന വിഷയങ്ങൾ വാസ്തവീകരിക്കുകയും ചെയ്താൽ ലം തുഖ്ബൽ ലഹു സ്വലാത്തുഹു 40 യൗമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല 40 ദിവസത്തേക്ക് അവന്റെ നമസ്കാരത്തെ സ്വീകരിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. 40 ദിവസം അല്ലാഹു അവന്റെ നിസ്കാരം സ്വീകരിക്കുകയില്ല. അല്ലാഹു മുളക്കാക്കുമാറാകും. തീർന്നു. കാര്യമായിട്ട് നിസ്കരിക്കാൻ. ഈ നിസ്കരിക്കുന്ന നിസ്കാരം മുഴുവനും നീ നിസ്കരിക്കുന്ന തഹജ്ജുദായാലും സുബ്ഹിയായാലും മുഹറായാലും അസറായാലും മഗ്രിബായാലും ദുഹയായാലും തസ്ബീഹ് നമസ്കാരമായാലും അവ്വാബീനായാലും പടച്ച റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നീ നിസ്കരിക്കുന്ന നമസ്കാരം മുഴുവനും അല്ലാഹു സ്വീകരിക്കില്ല. ലം തുഖ്ബൽ ലഹു സ്വലാത്തുഹു 40 യൗമാ. 40 ദിവസത്തേക്ക് അവന്റെ നമസ്കാരത്തിൽ നിന്ന് ഒരൊറ്റ നമസ്കാരം പോലും അല്ലാഹു സ്വീകരിക്കില്ല. അതുകൊണ്ട് മുഅ്മിനായ മനുഷ്യൻ, ഈമാനുള്ളവൻ ഈ പണിക്ക് നിൽക്കരുത്. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. വളരെ ശ്രദ്ധിക്കണം. ജ്യോത്സ്യന്മാരെ കണിയാന്മാരെ സമീപിക്കുന്നത് പോലെയാണ് നമ്മുടെ കൗമിൽപ്പെട്ട അറിവില്ലാത്തതാകുന്ന ധാരാളം ആളുകൾ, പിഴവ് ചികിത്സിക്കുന്ന ആളുകൾ. ഒരു വിവരമില്ല, ഒരു ഓതി പഠിച്ചിട്ടില്ല, ഒന്നുമില്ല. എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് കള്ള ശൈഖന്മാരായി നിലകൊള്ളുന്ന ആളുകൾ. നമ്മൾ എന്തുകൊണ്ടാണ് ചെമ്പലങ്ങാട് ഉസ്താദിനെ ആദരിക്കുന്നത്? എന്തുകൊണ്ടാണ് അവരുടെ പേരിൽ ഉറൂസ് നടത്തുന്നത്? അവർ ജീവിച്ചിരുന്ന കാലയളവ് കൃത്യമായിരുന്നു. നമ്മുടെ കൺമുന്നിൽ സൂഫി ജീവിതം നയിച്ചതാകുന്ന മഹാമനീശ്വരിൽ സമുന്നതരായ വ്യക്തിത്വങ്ങളാണ്. നേരത്തെ ഇവിടെ ആമുഖ ഭാഷണത്തിൽ ഉസ്താദിന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ തന്നെ കൃത്യമായി അടയാളപ്പെടുത്തി. അരമണിക്കൂർ നേരോളം ഉസ്താദിന്റെ മദ്ഹുകൾ തന്നെ പറഞ്ഞു. ആ മദ്ഹ് മാത്രം മതി ഉസ്താദ് അവർ ആരാണ് എന്ന് തിരിച്ചറിയാൻ. കാരണം പഠിച്ചിരുന്നത് തന്നെ ബഹുമാനപ്പെട്ടതാകുന്ന ശംസുൽ ഉലമാഇ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ റളിയല്ലാഹു മർഖദ മഹാനുഭാവന്റെ ചാരത്താണ്. അവരുടെ പഠിക്കുക മാത്രമല്ല, അവരുടെ ശിഷ്യഗണങ്ങളിൽ പ്രമുഖനായിരുന്നു. അവർ CP എന്നുള്ള ഇനിഷ്യൽ വെച്ചിട്ട് അവരെ വിളിച്ചിരുന്നത് സൂപ്പി എന്നായിരുന്നു. പലപ്പോഴും ഒരു ശിഷ്യനെ ഉസ്താദ് അങ്ങനെ വിളിക്കണമെങ്കിൽ, അഭിസംബോധന ചെയ്യണമെങ്കിൽ ആ ശിഷ്യൻ അത്രമേൽ ഉന്നതനായ വ്യക്തിത്വമായിരിക്കണം. വെറുതെ ഒരു ഉസ്താദും, പ്രത്യേകിച്ച് ശംസുൽ ഉലമായെ പോലെയുള്ള മഹാനുഭാവനെ പോലെയുള്ള ഒരു വ്യക്തി ഒരാളെയും അങ്ങനെ വിളിക്കില്ല. കാരണം ആ വിളി നമ്മളെ പോലെയുള്ള ആളുകൾ, പിൻഗാമികൾ മുഖവിരിക്കെടുക്കുമെന്ന് കൃത്യമായി അവർക്കറിയാം. അതുകൊണ്ട് ആവശ്യമില്ലാത്തത് പറയൂല. തമാശയ്ക്ക് പോലും അങ്ങനെയുള്ള വാക്കുകൾ ഉച്ചരിക്കൂല. കാരണം സൂഫി എന്ന പദം ഏറ്റവും വലിയ സമുന്നതനാകുന്ന മഹത്തുക്കളിലേക്ക് ചേർക്കുന്നതാണ്. അതിന്റെ അടിത്തറ ചെന്നെത്തുന്നത് മഹാനാകുന്ന ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അടക്കമുള്ള മഹത്തുക്കളിലേക്കാണ്. അവിടെ നിന്നും അതിന്റെ വേരിയെത്തുന്നത് ഇലാ ഹദ്റത്തി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കാണ്. ഇതിനൊരു പരമ്പരയുണ്ട്. വെറുതെ ആവശ്യമില്ലാതെ ഒരാളിലേക്ക് ചാർത്തി കൊടുക്കാൻ പറ്റുന്ന ഒരു പദമല്ല. അതുകൊണ്ട് അവൾ വളരെയേറെ ശ്രദ്ധിച്ചു. പട്ടിക്കാട് ജാമിഅ നൂരിയിൽ ആദ്യമായി ഇറങ്ങിയ 5 പ്രിയപ്പെട്ടതാകുന്ന മഹത്തുക്കളിൽ 5-ൽ ഒരാളായിരുന്നു പ്രിയപ്പെട്ടതാകുന്ന ഉസ്താദ് വരക. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയതാകുന്ന ആദരണീയനായ പ്രസിഡന്റ് KP അബൂബക്കർ ഹസ്രത്ത് റളിയല്ലാഹു മർഖദ അവരിൽ 5-ൽ ഒന്നാമനാണ്. അവരുടെ കൂടെ ശരീക്കായി അവരോടൊപ്പം ചേർന്നിരുന്നുകൊണ്ട് വിദ്യാഭ്യാസം നുകർന്നതാകുന്ന സമുന്നതനായ സൂഫി വര്യനായിരുന്നു ബഹുമാനപ്പെട്ട ചെമ്പുലങ്ങാട് ഉസ്താദ് അവറുകൾ. എപ്പോഴും പുഞ്ചിരിയോടുകൂടി വർത്തിച്ചിരുന്നവർ. അൽഹംദുലില്ലാഹ് ജീവിതത്തിൽ അവരെ കാണുവാനും അവരുടെ കൈക്ക് പിടിച്ച് ബറക്കത്തെടുക്കാനും അല്ലാഹു ഈ വിനീതനം അവസരം നൽകിയിട്ടുണ്ട്. അല്ലാഹു നമ്മളെയൊക്കെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അവരോടൊപ്പം നാളെ സ്വർഗത്തിൽ ചേരാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നസീബാക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, മുമ്പ് കൊടുമുണ്ട ഭാഗത്ത് പ്രസംഗത്തിന് വന്ന സമയത്താണ് ഉസ്താദ് അവറുകളെ കാണുന്നത്. അന്ന് ഉസ്താദായിരുന്നു ആ സദസ്സിന്റെ ആത്മീയ നേതൃത്വം. അൽഹംദുലില്ലാഹ് അല്ലാഹുവരുടെ ദർജ ഉയർത്തുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഇതേപോലെ ഒരു ചിട്ടയായ ജീവിതം 40 വർഷത്തോളം ദറസ് രംഗത്തിൽ നിലകൊണ്ട, തദ്രീസ് രംഗത്ത് നിലകൊണ്ട ബഹുമാനപ്പെട്ടതാകുന്ന ഹിബത്തുല്ലാഹിൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അല്ലാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. ചാവക്കാട് ദേശത്ത് പോയി ഹിബത്തുല്ലാഹ് ബുഖാരി തങ്ങളുടെ സദസ്സിൽ നിന്ന് അവരുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്തുകൊണ്ടാണ് പഴയകാലത്തെ പണ്ഡിതന്മാരും ഇന്ന് ജീവിച്ചിരിക്കുന്ന സമസ്തയുടെ ഇരുഭാഗത്തുള്ള പണ്ഡിത മഹത്തുക്കളടക്കം എല്ലാവരും പോയി ബൈഅത്ത് ചെയ്തിട്ടുള്ളത്. ത്വരീഖത്ത് സ്വീകരിക്കുന്ന അവരിൽ നിന്നാണ്.
ഇൽമ കരഗതമാക്കി മൗലവി ബിരുദം കരഗതമാക്കി മുസ്ലിയാർ പട്ടം കരഗതമാക്കാൻ പൊന്നാനിയിൽ പോകുമെങ്കിൽ ത്വരീഖത്തിൻ്റെതാകുന്ന പാന്താവിലേക്ക് വെളിച്ചം വീശുവാൻ അന്നും ഇന്നും പണ്ഡിതന്മാർ തെരഞ്ഞെടുത്തത് ബഹുമാനപ്പെട്ടതാകുന്ന ഹിബത്തുല്ലാഹിൽ ബുഖാരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനുഭാവന്റെ അടുക്കൽ നിന്നാണ്. അവരുടെ അടുക്കൽ നിന്ന് എല്ലാ ത്വരീഖത്തുകളും 12ാമത്തെ വയസ്സിൽ തന്നെ അൽഹംദുലില്ലാഹ് ഉസ്താദ് അവர்கள் നേടിയെടുത്തു എന്ന് പറയുമ്പോൾ ആ ഉസ്താദ് അവരുടെ സംശുദ്ധമായ ജീവിതം എത്രയാണ്. പലപ്പോഴും ഉസ്താദി അന്തി ഉറങ്ങുന്നതാകുന്ന മക്കാമിന്റെ പരിസരത്ത് രാത്രി സമയങ്ങൾ വന്നിരുന്നു, ഖുർആൻ ഓതുമായിരുന്നു, ദിക്ർ ചൊല്ലുമായിരുന്നു. ഇതൊക്കെ അവരുടെ കുടുംബങ്ങളും അവരുടെ ബന്ധുക്കളും അവിടുത്തെ ശിഷ്യഗണങ്ങളും അൽഹംദുലില്ലാഹ് ഇപ്പോൾ അത് സാക്ഷ്യപ്പെടുത്തുകയാണ്. 30 വർഷം മുമ്പ് തന്നെ ഖബർ തീർത്ത് ഒരുക്കി തയ്യാറാക്കി വെച്ചിരുന്നു, ഇത് പരസ്യപ്പെടുത്തിയിരുന്നില്ല. അത്രമേൽ സംശുദ്ധമായ ജീവിതം നയിച്ച മഹാനുഭാവൻ അൽഹംദുലില്ലാഹ് അവർ നമ്മുടെ കൺമുന്നിൽ ജീവിച്ചതാകുന്ന മഹത്തുക്കളാണ്. ഒരു കറാഹത്ത് പോലും അവരിൽ നിന്ന് ഒന്ന് കണ്ടെടുക്കാൻ പരിശ്രമിച്ചിട്ട് പോലും ആളുകൾക്ക് സാധിച്ചിട്ടില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി നടക്കുന്ന ആളുകളാണല്ലോ അന്നും ഇന്നും ഉള്ളത്. അങ്ങനെയാണല്ലോ. ഒരാള് വെറുതെ ഒരു ഷെയ്ഖായിട്ട് ആരും കൊണ്ടു നടക്കില്ല. അയാളിന് എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ 10 പേരോട് വിളിച്ചു പറയാൻ വെമ്പൽ കൊള്ളുന്ന ആളുകളുള്ള കാലഘട്ടം. പക്ഷെ ഉസ്താദിൽ അങ്ങനെ ഒരു കറാഹത്ത് പോലും കണ്ടുകിട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെ അവരെ നമ്മൾ സ്വീകരിക്കാതിരിക്കും? അവരെങ്ങനെ നമ്മുടെ മഹത്തുക്കളാകുന്ന മഹാന്മാരെ ഉൾപ്പെടുത്താതിരിക്കും? അവരുടെ അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്ന പവിത്രമായ റാത്തീബ് ക്രോഡീകരിച്ചിട്ട് ശൈഖുനാ ശംസുൽ ഉലമായ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനുഭാവനെ കാണിച്ചപ്പോ അവിടുന്ന് ചോദിച്ചത് നേരത്തെ ഇവിടെ പറയുകയുണ്ടായി, അമ്രാണോ ഇൽഹാമാണോ എന്ന് ചോദിച്ചു. ഉസ്താദ് അവറുകളോട് പറയുന്ന വാക്കുകൾ ഇൽഹാമാന്ന് പറയുമ്പോൾ അത് ഞാനൊരു വലിയ സംഭവമാണ് എന്ന് ഉസ്താദിന്റെ ഹൃദയത്തിൽ തോന്നണ്ട എന്ന് കരുതിയിട്ട് അവര് പറഞ്ഞു അമ്രല്ല എന്നുള്ള വളരെ വിനയത്തിന്റെ ഒരു ഭാഷ പറഞ്ഞു. കാര്യം മനസ്സിലാക്കിയതാകുന്ന ബഹുമാനപ്പെട്ടവർ ഇരിക്കുന്നിടത്ത് എഴുന്നേറ്റ് വന്ന് കെട്ടിപ്പിടിച്ചിട്ട് മഹത്തുക്കളാകുന്ന അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിക്ക് നൽകിയിട്ടുള്ള ഇൽഹാമാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടത് കേട്ടോ എന്ന് ബഹുമാനപ്പെട്ടവരുടെ കാതിൽ മന്ത്രിച്ചു കൊടുത്തു. ഇതൊക്കെ പോരെ സഹോദരങ്ങളെ? നമ്മളെ പോലെയുള്ള സുന്നികളായ മഹത്തുക്കൾക്ക് ഇതിനപ്പുറത്തേക്ക് ഇനി എന്ത് വലിയ കിതാബ് ഓതണം? ഇനി എന്ത് വലിയതാകുന്ന ആയത്തും ഹദീസും ഈ വിഷയത്തിൽ ഓതണം? അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. മഹാനാകുന്ന ഇമാം നവവി റളിയല്ലാഹു അൻഹു ശറഹുൽ മുഹദ്ദബിന്റെ ആമുഖത്തിൽ ഒരു ഇബാറത്ത് കൊണ്ടുവരുന്നുണ്ട്. അൽ ഇൽമു യുഖദു മിൻ അഫ്വാഹിൽ അസാതീദി ലാ മിൻ ബുതൂനിൽ കുതുബി. ഇൽമു നിങ്ങൾ പിടിച്ചെടുക്കേണ്ടത് മഹത്തുക്കളാകുന്ന ഉസ്താദുമാരുടെ വായുവിൽ നിന്ന് വരുന്ന നല്ല മുത്തുമണികളാണ്. ഉസ്താദുമാരിൽ നിന്ന് വേണം നിങ്ങൾ അറിവ് പഠിച്ചെടുക്കാൻ. ലാ മിൻ ബുതൂനിൽ കുതുബ്, കിതാബിന്റെ ഉള്ളറകളിൽ കിടക്കുന്ന വരികൾ നോക്കിയിട്ട് അർത്ഥം വെച്ച് മനസ്സിലാക്കാൻ നിങ്ങൾ സ്വയമായി തുനിഞ്ഞാൽ നിങ്ങൾ വിവരക്കേടിലേക്ക് എത്തും. അതാണ് ചേകന്നൂരിനെ സംഭവിച്ചു പോയത്. ചേകന്നൂർ എന്ന് പറയുന്നതായ JC മൗലവി എന്ന് എല്ലാവരും വിളിക്കുന്ന വ്യക്തി, അദ്ദേഹം എവിടെയാണ് എന്നാർക്കും അറിയില്ല. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പോലും ഇന്നുവരെ കണ്ടെത്തിയിട്ടില്ല. പരിശുദ്ധമാക്കപ്പെട്ട നമസ്കാരത്തെ 3 ഉള്ളൂ എന്ന് വാദിച്ച് 5 വക്ത് നമസ്കാരത്തെ ചുരുക്കി കൊണ്ടുവന്ന വ്യക്തി, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളെ വളച്ചൊടിച്ച് അർത്ഥം വെച്ചിരുന്ന വ്യക്തി. സഹോദരങ്ങളെ, അദ്ദേഹം പഠിക്കുന്ന കാലയളവിൽ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ ആദരണീയനായ മുൻകാല പ്രസിഡന്റിൽപ്പെട്ട വ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട അബുൽ ബുശ്റ ചേലക്കുളം ഉസ്താദ് അവറുകൾ. വലിയ സൂഫി വര്യനായ വ്യക്തിത്വമാണ്. അടുത്ത കാലത്താണ് അദ്ദേഹം മരണപ്പെട്ടു പോയത്. 2-3 വർഷമായിട്ടുള്ളൂ. അള്ളാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, ഞാനും ചേകന്നൂരും ഒക്കെ ഒരു ബാച്ചാണ്. ഞങ്ങൾ വെല്ലൂർ ബാക്കിയാത്ത് സാലിഹാത്തിൽ നിന്ന് ബിരുദമെടുക്കാൻ വേണ്ടി അവിടെ വന്ന സമയത്ത് അന്ന് ലൈബ്രറികളിൽ ഇരുന്നു കൊണ്ട് കിതാബ് നോക്കിക്കൊണ്ട് സ്വയമായി അർത്ഥം ചിന്തിച്ച് മനസ്സിലാക്കി എനിക്കെല്ലാം അറിയാം, എല്ലാം തിരിഞ്ഞ വ്യക്തിയാണ് എന്ന ശൈലിയും രീതിയുമായിരുന്നു ചേകന്നൂരിനുണ്ടായിരുന്നത്. ക്ലാസ്സുകളിൽ പങ്കെടുക്കില്ല, സാധുമാരുടെ ഒരു സബക്കിലും പങ്കെടുക്കില്ല. എന്നിട്ട് പലപ്പോഴും പല കിതാബുകളും തുറന്നു വെച്ചിട്ട് ശിഷ്യന്മാരോട് തന്റെ കൂട്ടുകാരോട് പറയുമായിരുന്നു, കിതാബിൽ കിടക്കുന്ന ഇബാറത്ത് ഇങ്ങനെ, ഉസ്താദ് അർത്ഥം വെച്ചത് ഇങ്ങനെ, എനിക്ക് മനസ്സിലായത് ഇങ്ങനെ എന്ന് 3 രീതിയിൽ പറയും. കിതാബിൽ കിടക്കുന്ന ഇബാറത്ത് ഇങ്ങനെയാണ്, ഉസ്താദ് ഈ വിഷയത്തിന് അർത്ഥം വെച്ചത് ഇങ്ങനെയാണ്, എനിക്ക് തിരിഞ്ഞത് ഇങ്ങനെയാണ്. അവസാനം എനിക്ക് തിരിഞ്ഞ ആശയവും ആദർശവും മാത്രം നോക്കി നടന്നു ഉസ്താദുമാർക്ക് എതിരിൽ വർത്തമാനം പറഞ്ഞ് അവസാനം വാദ
വാദഗതികൾ ഉന്നയിച്ച് പിന്നീട് കേരളത്തിലേക്ക് അവൻ കാലുകുത്തിയപ്പോ വെല്ലൂരിൽ നിന്ന് വന്നതാകുന്ന മനുഷ്യൻ പിന്നീട് വന്നിറങ്ങിയപ്പോ 5 വഖ്ത് നമസ്കാരത്തെ അവൻ വളച്ചൊടിച്ച് 3 വഖ്തേ ഉള്ളൂ എന്ന് സ്ഥാപിച്ചു. അഖ്മിസ് സലാത്ത ലിദുലൂകി ശംസി ഇലാ ഗസഖിൽ ലൈലി വഖുർആനൽ ഫജ്ർ. പ്രിയമുള്ളവരെ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഖുർആന്റെ ആയത്തുകളെ വളച്ചൊടിച്ചു, സ്വന്തമായി വ്യാഖ്യാനിച്ച് അർത്ഥം വെച്ചു. അതിലൂടെ അവൻ എവിടെ എത്തിച്ചേർന്നു? നിന്ദ്യതയും നിസാരനുമായി മാറിത്തീർന്നു എന്ന് മാത്രമല്ല, അവൻ ഈ ലോകം പിന്നീട് കണ്ടിട്ടില്ല. അദ്ദേഹം എന്നേക്കുമായി മാഞ്ഞു മറഞ്ഞുപോയി. അള്ളാഹുവിന്റെ ദീനിനെ നിഷ്ഫറമാക്കാൻ വരുന്ന ആളുകളെ അള്ളാഹു തന്നെ അവരെ ഇല്ലാതാക്കും. സ്വാഭാവികമാണത്. ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇൽമിന്റെ അഹിലുകാരെ ആദരിക്കണം, നമ്മൾ ബഹുമാനിക്കണം. അവർ നിസ്സാരക്കാരല്ല. ഇൽമ അവസാന കാലഘട്ടത്തിൽ ഉയർത്തിപ്പോകുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആലിമീങ്ങളാകുന്ന മഹത്തുക്കൾ അവർ ഇല്ലാതാകും എന്നാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അതിലൂടെ അറിവില്ലായ്മ ലോകത്ത് വെളിവാകും. യൽഹറൽ ജഹ്ലു, വിവരക്കേട് വെളിവാകും. ആ വിവരക്കേടുകൾ ആളുകൾ കണ്ടെത്തിയിട്ട് അതിന്റെ പിറകെ ഓടും. അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ വിവരമില്ലായ്മയുടെയും പിറകിൽ ഈ ഉമ്മത്തുണ്ട്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ചെന്നൈയിലെ 980 കാലഘട്ടത്തിൽ KR റോഡിൽ ഏറ്റവും വലിയ മനോഹരമാക്കപ്പെട്ട ഒരു സ്ഥാപനം തുടങ്ങി, പലചരക്ക് വ്യഞ്ജനത്തിന്റെ സ്ഥാപനം തുടങ്ങിയ വ്യക്തി, അദ്ദേഹം ഏറ്റവും നല്ല രീതിയിൽ സമുന്നതനായ ജീവിതം നയിച്ച വ്യക്തി, ഗോപാലകൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നല്ല ജീവിതം നയിച്ചു പോവാണ്. പക്ഷെ അദ്ദേഹം മറ്റുള്ളവരിൽ നിന്ന് വ്യതിരക്തൻ. സാധാരണ എല്ലാ മതത്തിലും ഉള്ളതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മതത്തിലുള്ളതാകുന്ന ജ്യോത്സ്യന്മാരെയും കണിയാന്മാരെയും കാണാൻ വലിയ ആശ. ചില ആളുകൾ ഭക്തി കൂടുമ്പോൾ ഓവറാവും. അങ്ങനെ സ്ഥിരമായി ജ്യോത്സ്യനെ സമീപിക്കുന്നു. ജ്യോത്സ്യം പറഞ്ഞു, നിങ്ങളുടെ കച്ചവടവും ബിസിനസ്സും ഒക്കെ നല്ല ഉന്നതിയിലേക്ക് എത്തണമെങ്കിൽ ഗോപാലകൃഷ്ണനോട് പറഞ്ഞു, നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ കച്ചവടം നിങ്ങൾ നിർത്തണം. പലചരക്ക് കച്ചവടമാണ്, കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം നിർത്തിയിട്ട് നിങ്ങൾ നല്ല തീ കൊണ്ട് തുടങ്ങുന്ന ബിസിനസ് തുടങ്ങണം. അപ്പൊ ഏതാ തീ കൊണ്ട് തുടങ്ങുന്ന ബിസിനസ്? മറ്റൊന്നുമല്ല, നല്ല ഹോട്ടലാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ഇയാൾ ഹോട്ടൽ തുടങ്ങി നല്ല വെജിറ്റബിൾ ഫുഡ് കൊടുക്കാൻ തുടങ്ങി. ചെന്നൈ നഗരത്തിൽ അറിയപ്പെട്ട നിലയ്ക്ക് മനോഹരമാക്കപ്പെട്ടതാകുന്ന വ്യാപാര സമുച്ചയം അദ്ദേഹം തുടങ്ങി. ഹോട്ടൽ സമ്പ്രദായം തഴച്ചു വളർന്നു. 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, 2-3 കൊല്ലങ്ങൾ കഴിഞ്ഞു. ഈ ജ്യോത്സ്യനെ വീണ്ടും സമീപിച്ചു. മനുഷ്യൻ എത്ര കിട്ടിയാലും അവൻ വലിയതാകുന്ന അത്യാഗ്രഹം സമ്പത്തിനോടുണ്ടല്ലോ. എത്ര കിട്ടിയാലും മതിയാവൂല. ശരവണ ഭവൻ എന്ന് പറയുന്ന വലിയ കച്ചവട സ്ഥാപനം ഒരു പക്ഷേ പല ആളുകൾ കേട്ടിട്ടുണ്ടാവും. വെജിറ്റബിൾ സ്ഥാപനം, വെജ് സ്ഥാപനം എന്ന് പറഞ്ഞാൽ നല്ല ഫുഡ്, വെജ് ഫുഡ് ഉണ്ടാകും. മസാല ദോശ അടക്കമുള്ളതാകുന്ന ഏതെല്ലാം വ്യത്യസ്തങ്ങളാകുന്ന അതുമായി ബന്ധപ്പെട്ടുള്ള ശാഖോപശാഖകളുണ്ടോ എല്ലാം നല്ല റാഹത്തുണ്ടാക്കി കൊടുക്കുന്ന നല്ല ഒരു ഹോട്ടൽ. അദ്ദേഹം അത് തുടക്കം കുറിച്ചു. അത് വലിയ വിജയത്തിലായി. 4-5 വർഷത്തിന് ശേഷം വീണ്ടും ഈ ജ്യോത്സ്യനെ സമീപിച്ചു. അയാൾ പറഞ്ഞു, കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എന്നാ ഇപ്പോൾ ഉള്ള കച്ചവടത്തിന് 10 നിങ്ങൾക്ക് വർദ്ധിക്കും. നിങ്ങൾ ഒരു പെണ്ണുകൂടി കെട്ടണമെന്ന്, ഒരു കല്യാണം കൂടി കഴിക്കണം. അത് കേട്ടപ്പോ ഒന്നുകൂടി ആഗ്രഹം മൂത്തു. കല്യാണം കഴിക്കാൻ പറയുവാണ്. അത് കേട്ടപ്പോ അദ്ദേഹത്തിന് ആഗ്രഹം. അങ്ങനെ ഒരു പെണ്ണിനെ, സുന്ദരിയായ ഒരു പെണ്ണിനെ കൂടി വിവാഹം ചെയ്തു. 2ാം വിവാഹത്തോടുകൂടി അദ്ദേഹത്തിന് വലിയ സന്തോഷം. വീണ്ടും ജ്യോത്സ്യൻ പ്രവചിച്ചതുപോലെ തന്നെ നല്ല മുന്നേറ്റം, കച്ചവടത്തിൽ വലിയ അഭിവൃദ്ധി, വളരെ സന്തോഷം. ഏറ്റവും വലിയ ഉന്നതമായ ലാഭത്തിലേക്ക് കച്ചവടം എത്തുന്നു. ശരവണ ഭവന്റെ ഔട്ട്ലെറ്റുകൾ പല രാജ്യങ്ങളിലായി. അമേരിക്കയിലിട്ടു, ഫ്രാൻസിലിട്ടു, ബ്രിട്ടനിലിട്ടു. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ശരവണ ഭവൻ തഴച്ചു വളർന്നു. 980 മുതൽക്ക് ഇതിങ്ങനെ തഴച്ചു വളർന്നു പന്തലിച്ചു. വിവിധ രാജ്യങ്ങളിൽ അതിന്റെ ഔട്ട്ലെറ്റുകൾ വന്നു. അയാൾ വലിയ സന്തോഷവാനായി. വീണ്ടും ചെന്നു. 2-3 വർഷങ്ങൾക്ക് ശേഷം ജ്യോത്സ്യനെ സമീപിച്ചു. ഈ ജ്യോത്സ്യൻ പറയുന്നതിന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ചെയ്യാറില്ല. അയാൾ പറഞ്ഞു, നിങ്ങൾ ഒരു കല്യാണം കൂടി കഴിക്കണം. അപ്പൊ ഒന്നുകൂടി സന്തോഷം. കല്യാണം കഴിക്കാൻ പറയുകയാണ്.
അതാരെയാ കല്യാണം കഴിക്കേണ്ടത്? നിങ്ങൾ ഇപ്പൊ കഴിച്ചതുപോലെയല്ല. ഇനി കല്യാണം കഴിക്കുമ്പോൾ നിങ്ങളുടെ കീഴുദ്യോഗസ്ഥനായി ജോലി ചെയ്യുന്നതാകുന്ന വ്യക്തി, ഇന്നാലിന്റെ വ്യക്തി, അയാളുടെ ഭാര്യയെ കല്യാണം കഴിക്കണം. അതൊരു ചെറിയ പെണ്ണാണ്, പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരിയായ പെണ്ണാണ്, അവളെ കെട്ടണം. എന്നാ ഒന്നുകൂടി നല്ല വെച്ചടി കയറ്റേ. ഇത് കേട്ടപ്പോ ഇയാളുടെ മനസ്സിൽ ഒന്നുകൂടി റാഹത്തായി. കല്യാണ ആലോചന ആദ്യം നടത്താൻ കാര്യം പറഞ്ഞു നോക്കി. കീഴുദ്യോഗസ്ഥനാണല്ലോ, ആവശ്യം പോലെ പണം കൊടുക്കാൻ, നിങ്ങളുടെ ജീവിത അവസാനം വരെ നല്ല റാഹത്തായിട്ട് ജീവിക്കാനുള്ള പണം തരാം. പക്ഷെ അയാളെ തയ്യാറായില്ല. പെണ്ണുങ്ങളോട് സംസാരിച്ചു നോക്കി, അവരും തയ്യാറാകുന്നില്ല. എങ്ങനെ തയ്യാറാകും? കാരണം ഇയാൾക്ക് നല്ല പ്രായമുണ്ട്. ഇയാളുമായിട്ട് എന്ത് ജീവിതം നയിക്കുക? സമ്പത്ത് മാത്രമല്ലല്ലോ മനുഷ്യന് നോട്ടമുള്ളൂ. അവര് വിസമ്മതിച്ചു. ആ വിസമ്മതത്തിന് അവസാനം ഇയാൾ 8 വാടക കൊലയാളികളെ നിർത്തിയിട്ട് ആ ചെറുപ്പക്കാരനെ തട്ടിക്കളഞ്ഞു. സഹോദരങ്ങൾ, ഈ വലിയ മുതലാളിയാണ്, വലിയ ധനികനായ മനുഷ്യനാണ്. അവസാനം ആ ചെറുപ്പക്കാരനെ വധിച്ചു കളഞ്ഞു. ഈ പെണ്ണ് ഒറ്റയ്ക്ക് കേസ് നടത്തി ഈ വലിയ മുതലാളിയാകുന്ന വ്യക്തിയെ അവസാനം ശിക്ഷയ്ക്ക് വിധിച്ചു. ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ചു. 12 വർഷം ജയിൽവാസം അദ്ദേഹത്തിന് അനുഭവിക്കണം. സഹോദരങ്ങളെ, ജയിൽവാസം അനുഭവിക്കുന്നതിനിടയിൽ 9 വർഷങ്ങൾ പൂർത്തിയാക്കി 12 കൊല്ലത്തിന് മുമ്പ് തന്നെ അദ്ദേഹം ജയിലിൽ വെച്ചുകൊണ്ട് തന്നെ മരണപ്പെടുകയാണ്. ഒരു ജ്യോത്സ്യന്റെ വാക്ക് കേട്ടിറങ്ങിത്തിരിച്ച ജീവിതത്തിൽ നല്ല സുഖവും ആസ്വാദനം കിട്ടുമെന്ന് പറഞ്ഞു. അവസാനം ജയിലിൽ കിടക്കേണ്ടി വന്നു. 9 വർഷം കടന്നു. 12 വർഷത്തേക്ക് അദ്ദേഹം ജീവപര്യത്തിന് ശിക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്. അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹം മരിച്ചു. ഞാനിത് പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, ജ്യോത്സ്യന്മാരുടെയും കണിയാന്മാരുടെയൊക്കെ പുറകിൽ പോകുമ്പോ ചില ആദ്യതൊക്കെ ഇങ്ങനെ ചിലത് സംഭവങ്ങളൊക്കെ പറയുമ്പോ ചിലത് നടക്കുന്നുണ്ടോ? നമ്മുടെ കൗമിലും ഉണ്ടല്ലോ പല ആളുകളും ജിന്നുപ്പ ജിന്നുമ്മയായിട്ടൊക്കെ ഇരിക്കും, എന്നൊക്കെ പറഞ്ഞ് കാണിച്ചോണ്ടിരിക്കും. 5 വക്കത്ത് നിസ്കാരം ഇല്ല, ഒന്നുമില്ല, യാഹു മാത്രമേ ഉള്ളൂ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. പച്ച നിക്കറും ഇട്ട് പച്ചയും പൊതിച്ചുകൊണ്ട് മാത്രം നടക്കുക. ജീവിതത്തിൽ ഒരു പച്ചപ്പും ഇല്ല, ഒറ്റ വക്കത്ത് നിസ്കാരവും ഇല്ല. യഥാർത്ഥ സൂഫി തരീഖത്തുകളെ വ്യാജമായി ചിത്രീകരിക്കുന്ന വ്യാജ നാണയങ്ങൾ ഇന്നും സമൂഹത്തിലുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവരിൽ പെട്ടുപോകരുത്. ഇതിനാണ് ഞാൻ ഉണർത്തുന്നത്. നല്ല കറകളല്ല പണ്ഡിത മഹത്തുക്കൾ നമുക്കുണ്ട്, സൂഫിയാക്കൾ നമുക്കുണ്ട്, മഹത്തുക്കളാകുന്ന ആലിമീങ്ങളുണ്ട്, ദീൻ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് നിലകൊള്ളുന്നതായ സാലിഹീങ്ങളുണ്ട്. അവരുടെ വാക്കുകളെ മുഖവിലേക്ക് എടുക്കുക, അവർ പറയുന്നതാകുന്ന ദിക്റും ഔറാദുകളും മുഖവിലേക്ക് എടുക്കുക. ആവശ്യമില്ലാത്തതിനെ ഒന്നും നമ്മൾ തിരിയരുത്. നമ്മുടെ ആഖിബത്ത് അന്ത്യം മോശമാവും. അതിനാണ് ഞാൻ ഇത് ഇത്രയും വളരെ കണിശമായി പറയുന്നത്, സാന്ദർഭികമായി ഉണർത്തുന്നു. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ.